പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹൗ മച്ച് ദിസ് വൺ? 200. ഓക്കെ. ഇപ്പോൾ വന്നിട്ടുള്ളത് സൗത്ത് സിക്കിമിലെ നാംജി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ചാർധാം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. മെയിനായിട്ട് 4 ചാർധാം ക്ഷേത്രങ്ങളുടെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ വലിയൊരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ സിക്കിമിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഈ ചാർധാം ക്ഷേത്രം. വലിയൊരു ശിവപ്രതിമയും കാണട്ടെ ഇവിടെ. അപ്പോൾ ചാർധാമിൽ ഉൾപ്പെട്ട ഒന്നാണ് ജഗന്നാഥ് ധാം. അതാണ് ഈ മുമ്പിലുള്ളത് കേട്ടോ. ഇതവിടെ കിരാതേശ്വർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് രാമേശ്വർ ധാം. ഈ മുമ്പിൽ കാണുന്നത് ആ തമിഴ്നാടിൻ്റെ ഒരു സ്ട്രക്ചറിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ്വാരിക ധാം അത് അപ്പുറത്താണ് കേട്ടോ. അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ഇപ്പം 2 കഴിഞ്ഞു കേട്ടോ. ഇതാണ് ദ്വാരിക ധാം. ഇവിടെ ഒരു സായ് ടെമ്പിൾ ഉണ്ട്. ഇതാണ് സായ് ടെമ്പിൾ. ഇതാ അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് ബദ്രീനാഥ് ധാം. അപ്പം 4ാമത്തെ ധാമാണിട്ടത്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ്. ഓരോന്നും ഓരോ രീതിയിലാണുള്ളത്, ഓരോ ഡിസൈനിലാണ്. അപ്പോൾ വെസ്റ്റ് സിക്കിമിലെ നയാ ബസാറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് പിന്നെ പെട്രോളൊക്കെ ഒരു 1000 രൂപയ്ക്ക് അടിച്ചു. ഇവിടെ ഒരു 101 രൂപയും ചില്ലറേ ഉള്ളൂ. പിന്നെ വെസ്റ്റ് ബംഗാളിൽ പോയാൽ 105 രൂപേൻ്റെ മുകളിലാവും. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പെട്രോൾ അടിച്ചു. പിന്നെ ഇനിയിപ്പോൾ 14 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ഡാർജിലിങ്ങിലെത്തി. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ സിക്കിം കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളിലെത്തി. അങ്ങനെ സിക്കിമിൽ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതാ സിക്കിമിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ്. ഇതാ വെൽക്കം ടു സിക്കിം ഒക്കെ. അപ്പോൾ സിക്കിമിൽ നിന്ന് പോയിട്ട് ഇനി വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു പാലുണ്ട് കേട്ടോ, ഒരു പുഴ ഉണ്ട് ഇവിടെ. ആ പുഴയൊക്കെ കടന്നിട്ട് വേണം പോവാൻ. പുഴ അല്ല, ഒരു നദിയാണ്. അപ്പം ഈ നദി കടന്നിട്ട് വേണം പോവാൻ. ഇതൊരു തൂക്കുപാലാണ് കേട്ടോ. ഇതിങ്ങനെ ആടി കളിച്ചുകൊണ്ട് ഇതിലിങ്ങനെ പോകുമ്പോൾ ഈ നദീൻ്റെ അപ്പുറം വെസ്റ്റ് ബംഗാളാണ്. ഒരു പഴയൊരു പാലാണ്. ഒരേ സമയത്ത് ഒരു വണ്ടിക്ക് മാത്രമേ ഇതിൽ പോകാൻ കഴിയുള്ളൂ. നദിയിലൊന്നും വെള്ളമല്ല കേട്ടോ, വെള്ളം വളരെ കുറവാണ്. കണ്ടില്ലേ, വെള്ളം വളരെ കുറവാണ് ഇപ്പോൾ. കൂടെ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ആടി കളിക്കുന്നുണ്ട് പാലം. വണ്ടിയൊക്കെ പോകുമ്പോൾ നല്ല സൗണ്ടും കേൾക്കും. വണ്ടി അപ്പുറത്താണ് കേട്ടോ വെച്ചത്. വണ്ടി അപ്പുറത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് ഡാർജിലിംഗ് ഭാഗത്തെത്തിയിട്ടുണ്ട്, അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ ഇപ്പുറം ഡാർജിലിംഗ് കണ്ടില്ലേ, ഡാർജിലിംഗ്. പിന്നെ ഒരേ സമയത്ത് ഒരേ വണ്ടിക്ക് മാത്രമേ പോരാൻ പറ്റുള്ളൂ അറിഞ്ഞില്ല. വേറൊരു വണ്ടി വന്നപ്പോൾ ഈ വണ്ടി ബാക്ക് എടുക്കേണ്ടി വന്നു. ഇതാണ് ചെറിയൊരു തൂക്കുപാലാണ്. അപ്പം ഞാൻ പോകുന്ന റോഡ് ഇതാട്ടോ, അധികം വീതിയൊന്നുമില്ല റോഡ്. അപ്പോൾ ഞാൻ ഡാർജിലിങ്ങിൽ പോണ വഴിക്ക് ശാന്തി ബസ്തി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടുന്ന് ഒരു ബയ്യ എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഒന്ന് ഡാർജിലിങ്ങിലൊന്നും പോകണ്ട, അവിടെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പൊ അവരുടെ വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഭയ്യ നാം ക്യാ? പ്രഭാകർ എന്ന് പറഞ്ഞൊരു ഭായിയാണ്. പിന്നെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട്, ഇവിടുന്ന് നിന്ന് താമസിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നിർത്തിയാണ്. അങ്ങനെ ഞാനും ഇവിടെ നിന്നു. ദാനിയൽ. ചോട്ടാ ബച്ച. ചോട്ടാ ബച്ചയാണ് ഇത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ബ്രദറിന്റെ മകനാണ് കേട്ടോ. ബടാ ബേട്ടി നാം ക്യാ? അബീഗേലാണ് കേട്ടോ അവളെ പേര്. വേറെ കിച്ചണിലാണ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് ഇപ്പോ. പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഏട്ടന്റെ മകൻ ഇപ്പൊ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചോറ്, ചിക്കൻ കറി, അതുപോലെ ദാല് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കഴിക്കാൻ നോക്കട്ടെ ഇനി. ചോട്ടാബായി കഴിച്ചോണ്ടിരിക്ക. അപ്പൊ നേരം വെളുത്തുട്ടോ. ഇവിടുത്തെ പുറം കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ചുറ്റുഭാഗം തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെയാണ് ഞാൻ ഇന്നലെ കടന്നത് കേട്ടോ, ഈ റൂമില്. ഡാനിയൽ അങ്ങനെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ ഗോയിങ് ടു സ്കൂൾ ഡാനിയൽ?
ഇതാണ് അവരെ വീട്. ഇവിടെയാണ് ഞാൻ ഇന്നലെ താമസിച്ചത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുഭാഗം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ. ഡാർജിലിംഗ് അല്ലേ, ഫുള്ള് തേയിലത്തോട്ടാണ് ഇവിടെയൊക്കെ. ഞാൻ ഇന്നലെ അതിലേട്ടാ വന്നത്, സിക്കിമിൽ നിന്ന് നയാ ബസാർ വഴി. അവിടെ ഒരു 3 നദികൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. അവിടെ ഒരു പാലമുണ്ട്. അവിടെ ആ പാലം കണ്ടില്ലേ, ആ പാലത്തിൻ്റെ അവിടെ ഒരു നദി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് ഒന്നുണ്ട്, അപ്പോൾ 2. പിന്നെ ഇതും കൂടി താഴെ ഒന്നും കൂടിയും കാണുന്നുണ്ട്. അങ്ങനെ 3 നദികൾ ഒരുമിച്ച് കൂടുന്നുണ്ട് അവിടെ. വരുന്ന വഴിക്ക് വേറെ വീടുകൾ കണ്ടിട്ടോ. ഇത് റോട്ടിൽ നിന്ന് കണ്ടില്ലേ, നേരെ മുകൾ നിലയ്ക്കാണ് കയറുന്നത്. താഴെ നില കണ്ടില്ലേ, റോട്ടിൻ്റെ തൊട്ടടിയിലാണ് കേട്ടോ താഴെ നില വരുന്നത്. പിന്നെ അടിയിൽ കുറേ വീടുകളുണ്ട്. പിന്നെ ഈ വീട് കണ്ടില്ലേ, തൂണിലാട്ടോ നിർത്തിയിട്ടുള്ളത്. കണ്ടില്ലേ, തൂണിലാണ് ഇത് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീട്ടിൽ. ചെറിയൊരു റോഡാട്ടോ, വീതി തീരെ അല്ല ഇവിടെ. വാഹനങ്ങളൊക്കെ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അപ്പുറത്ത് കണ്ടില്ലേ നല്ല മലനിരകൾ. ഈ വീടിൻ്റെ ഒരു സൈഡ് കണ്ടില്ലേ, ഇങ്ങനെ തൂണിലാണിത് മൊത്തം. അങ്ങനെ ഡാർജിലിംഗിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറെ കുന്നും മലകളും കയറി 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 ഡാർജിലിംഗിലെത്തി. ഫുള്ള് തേയിലത്തോട്ടത്തിൽ കൂടെ ആയിരുന്നു വന്നത്. പിന്നെ ഡാർജിലിംഗിന്റെ കാഴ്ചകൾ കാണാം. തൊട്ടപ്പുറത്ത് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാം കേട്ടോ. അവിടെ മൊത്തം കെട്ടിടങ്ങൾ കണ്ടില്ലേ ഡാർജിലിംഗത്തെ കേട്ടോ. അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ. കോട മൂടിയോണ്ട് ദൂരക്കാഴ്ചകൾ വളരെ കുറവാണ്. ഡാർജിലിംഗിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമാട്ടോ. ഭയങ്കര തിരക്ക് പിടിച്ചൊരു സിറ്റിയാണ് ഇവിടെ. തീരെ റോഡും വീതിയില്ല, ഫുള്ള് കെട്ടിടങ്ങളും വാഹനങ്ങളൊന്നും പോവാനേ സ്ഥലമല്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ. ഇപ്പൊ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. മണിക്കൂറിന് 20 രൂപ എന്നാ പറഞ്ഞത്. ആ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വെറുതെ ഒന്ന് ഇങ്ങനെ കറങ്ങി നോക്കട്ടെ സിറ്റി കൂടെ ഒക്കെ ഒന്ന്. നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ. ഡാർജിലിംഗത്തെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കൽക്കരിക്കൊക്കെ ഓടുന്നത്. ഇത് നിലവിൽ ഇപ്പൊ ഇന്ത്യയിൽ 2 സ്ഥലങ്ങളിലേ ഉള്ളൂ. ഒന്ന് ഊട്ടിയിലും പിന്നെ ഈ ഡാർജിലിംഗിലും. അപ്പൊ അതിന്റെ അടുത്താണ് ഇപ്പൊ ഞാൻ നിക്കണത്. ഇപ്പൊ ട്രെയിൻ ഇല്ല. ഇതാണല്ലോ ഇതിന്റെ റെയിൽപാള കണ്ടില്ല, ചെറിയ റെയിൽപാളൊക്കെയാണ്. ഇപ്പൊ കൂടുതൽ ട്രെയിൻ ഓടുന്നത് ഡീസലിനൊക്കെയാണ്. കൽക്കരിക്കൊക്കെ ഓടുന്നത് അപൂർവ ട്രെയിൻ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷന്. ഇവിടുന്ന് അപ്പുറത്തേക്ക് നോക്കി കണ്ടില്ല, സിറ്റി ഭയങ്കര തിരക്കാട്ടോ. കണ്ടില്ലേ, കണ്ടമാനം കെട്ടിടങ്ങളൊക്കെയാണ് അവിടെ. ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഞാൻ അതിൽ വന്നതൊക്കെ ഭയങ്കര റിസ്ക് എടുത്താണ്. വണ്ടി എവിടെയും പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവും ഇല്ല. അത്രയ്ക്കും ഇടുങ്ങി പിടിച്ചൊരു സ്ഥലമാണ് ഇവിടെ. പിന്നെ പല ആളുകളും ഇങ്ങോട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ ട്രെയിൻ യാത്രയൊക്കെ ഒന്ന് ആസ്വദിക്കാനാണ്. റോഡിന്റെ പിന്നെ തൊട്ടടുത്ത് കൂടെ തന്നെയാണ് ഈ ട്രെയിനും പോണത്. വാഹനങ്ങൾ പോകുമ്പോൾ അതേ അരിക്കു കൂടെ തന്നെ ട്രെയിനും പോകും. ചില വീടിൻ്റെ ഒക്കെ പിന്നെ ഈ ഓടിൻ്റെ ഒപ്പമായിട്ടാണ് ഈ ട്രെയിന് പോവുക. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷന്. ഇവിടെ മാത്രം കുറച്ച് ഒരു ഒഴിവുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്കാണ്. റെയിൽപാളം കണ്ടില്ലേ, റോഡിന്റെ ഒരു സൈഡിൽ കൂടെയാണ് ഈ പാളം. അത് കണ്ടില്ലേ, തീരെ വീതില്ല, ഒരു 2 അടിയും കൂടിയും വീതില്ല. റോഡിന്റെ നടുക്കു കൂടെ ആവും ട്രെയിൻ പോവുക. കണ്ടില്ലേ, പാളം റോഡിന്റെ നടുക്കു കൂടെയാണ് ഇങ്ങനെ പോണത്. തീരെ വീതില്ല, ഒരു 2 അടി, കഷ്ടി ഒരു 2 അടി എന്ന് പറയാം. അത്രേ ഇതിന്റെ വീതിയുള്ളൂ. പിന്നെ ഇവിടെ ഒരു കൽക്കരി എഞ്ചിൻ ഉണ്ട് കേട്ടോ. ഇതവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ. ഇതാ തൊട്ട് മുമ്പ് തന്നെ ഉണ്ട് കൽക്കരിക്കൊക്കെ ഓടുന്നത്. ഇപ്പൊ അപൂർവമായിട്ടേ കൽക്കരിക്ക് ഓടുന്നുള്ളൂ. ഇപ്പൊ കൂടുതൽ ഡീസലിനൊക്കെയാണ് ഓടുന്നത്. ഇതൊരു കൽക്കരി എഞ്ചിനാണ്. ആവിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. കണ്ടില്ലേ, ഇതൊക്കെ ആ ഷെഡിൽ നിർത്തിയിട്ടാണ് കൽക്കരി എഞ്ചിന്. ആവി പോകേണ്ടത്. ഇതൊക്കെ അപൂർവ കാഴ്ചകളാട്ടോ. ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ ഡാർജിലിംഗിൽ തന്നെ വരണം. ഊട്ടിയിലുണ്ട്, ഊട്ടിയിലും ബുക്ക് ചെയ്യണം. ഇവിടെയും ബുക്ക് ചെയ്താലേ ഇപ്പൊ ഇതൊക്കെ കിട്ടുള്ളൂ. ഈ ട്രെയിനിന്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതാ കൽക്കരിയൊക്കെ കത്തിക്കണ കണ്ടില്ലേ, ഇതാ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കൽക്കരി. ഇതിങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ആവിക്കാണിത് ഓടുന്നത്. നല്ല ആവിയൊക്കെ വരുന്നുണ്ടല്ലേ മുകളിൽ കൂടെ. അങ്ങനെ
കണ്ടില്ലേ ആവി വരുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ ട്രെയിൻ ഓടുന്നത്. പണ്ടത്തെ പുരാതന കാലത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ ഓടുന്നത്. ആ ട്രെയിനിൽ നിന്നൊക്കെ ഒരുപാട് ആവി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയിരത്തി 1925 ഉണ്ടാക്കിയ ട്രെയിനാട്ടത്. ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടൊരു സംഭവം, അത് ട്രെയിനിന്റെ എഞ്ചിൻ തിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇത് മുമ്പ് ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ ഇതൊന്നും നിലവിലില്ല ഈ രീതിയൊന്നും. ട്രെയിനിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡീസൽ എഞ്ചിന് 1000 രൂപയും പിന്നെ ആവി എഞ്ചിനാണെങ്കിൽ 1500 രൂപയും. ഇത് ഡാർജിലിംഗ് മുതൽ NGP വരെയാണ് കേട്ടോ ഓടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചും നല്ല റേറ്റ് ആട്ടോ അതിന്. ബുക്ക് ചെയ്യണം എന്നാലേ ഇത് കിട്ടുള്ളൂ. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡീസൽ ട്രെയിനാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഡാർജിലിംഗിലെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലത്തെ കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. കണ്ടില്ലേ, ഇടുങ്ങി പിടിച്ച സ്ഥലമാണ്. വാഹനങ്ങൾക്ക് പോവാൻ സ്ഥലമല്ല, ജനങ്ങൾക്ക് പോവാൻ സ്ഥലമല്ല, കെട്ടിടങ്ങളും ആകെ തിരക്കോട് തിരക്ക് എന്ന് പറയാ. കണ്ടില്ലേ ഇവിടുത്തെ കാഴ്ചകള്. ഒരു ഒഴിഞ്ഞൊരു സ്ഥലം എന്ന് പറഞ്ഞ ഇവിടെ അല്ല. ഇതാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്, സ്ഥലപരിമിതിയാണ്. അങ്ങോട്ട് അങ്ങനെ ആൾക്കാർ തിരക്കാണ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ഷൂവിന്റെ ഒരു ഏരിയ കേട്ടോ. ഒരുപാട് കച്ചവടങ്ങളും അങ്ങനത്തെ ഒരു ഏരിയ കണ്ടമാനുണ്ട് ഇവിടെ. സൈഡൊക്കെ ഫുള്ള് ഇടുങ്ങി പിടിച്ച കടകളാട്ടോ. സൈഡിൽ കൂടെ ആൾക്കാർക്ക് നടക്കാൻ തന്നെ സ്ഥലമല്ല, പക്ഷെ അവിടെ ഇഷ്ടംമാതിരി കടകളാ. ഇവിടുത്തെ ഓരോ കടകൾ കണ്ടില്ല, ചെറിയ കടകളാട്ടോ. പോർക്കിന്റെ കടകള് അതുപോലെ കണ്ടില്ല, ഇതൊക്കെ പോർക്കിന്റെ കടകളാണ്. പിന്നെ ഇതാ മീനിന്റെ കടകൾ ഇതാ അവിടെ കേട്ടോ. ഇവരൊക്കെ ഇരിക്കാൻ തന്നെ സ്ഥലമല്ല, മീനിന്റെ കടകളാണ്. കിത്തിന കിലോ 250. 250 രൂപയാണ്. 250 രൂപയാണ് മീനിനൊക്കെ വില. ഇതെല്ലാം മീനും ഉണ്ട്, പക്ഷെ 250 രൂപയ്ക്കാണ് ഇവിടെ വില. അതാണ് മീൻ കച്ചവടക്കാർക്കൊന്നും ഇരിക്കാൻ തന്നെ സ്ഥലമല്ല. കണ്ടില്ലേ. ഹലോ ഭയ്യ. അതൊക്കെയാണ് മീനിന്റെ കടകളാട്ടോ. ഇവിടൊക്കെ മീനിന്റെ കടകളാണ്. സെന്റർ ആട്ടോ അതൊക്കെ. ഡാർജിലിംഗിന്റെ മെയിൻ സെന്റർ ആണ്. കണ്ടില്ലേ, വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ബൈക്കൊന്നും വെക്കാൻ സ്ഥലമല്ല. ടാക്സിക്കാർ ആ സൈഡിലൊക്കെ ഫുള്ള് ടാക്സിയാണ്. നടക്കാനും കഴിയൂല, അതിലെ വണ്ടി കൊണ്ടുപോകാൻ അത്രയും കഴിയൂല. തിരക്കോട് തിരക്ക് എന്ന് പറയാലോ. എങ്ങനെയൊക്കെ ഇവിടെ ആൾക്കാർ ജീവിച്ചു പോവുക. ഭ്രാന്ത് പിടിക്കും ഇവിടെ മനുഷ്യന്മാർക്ക്, അത്രയും തിരക്ക. ചെറിയ കടകളാണ് കേട്ടോ. ഇവർക്കൊക്കെ കഷ്ടപ്പെട്ട് നിൽക്കാൻ മാത്രമേ വരെ സ്ഥലമുള്ളൂ. ഓരോ കടേന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തിരക്കോട് തിരക്കാണ്, മൊത്തം തിരക്ക് തന്നെ. ഇവിടെ എന്താ പൂജാ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് കൂടെയൊക്കെ. ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഓരോ പല പല ഐറ്റംസ് ആണ് ഇവിടെയൊക്കെ. മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി കഴിഞ്ഞാണ്ടല്ലോ അങ്ങോട്ട് തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടും. കാരണം അത്രക്കും ചിലന്തി വല പോലെയാണ് ഇവിടെയൊക്കെ. വഴി തെറ്റും. വഴി തെറ്റിയാൽ പുറത്തേക്ക് ഇറങ്ങാനാവും കഷ്ടപ്പെടുക.
അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെ ഡാർജിലിങ്ങിലാണ് കേട്ടോ, റൂമിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് നിൽക്കാൻ പോണത്. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ.